ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു ബീഫ് ഒലത്തിയതായാലോ. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കുന്നത്. ഒരു 3/4 കിലോയുണ്ട്. പിന്നെ പിരിയൻ മുളകിൻ്റെ പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരൽപ്പം കുരുമുളക് പൊടിച്ചത്. നെയ്യൊന്നുമില്ലാത്ത ഇറച്ചിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത് അതും അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കറുകപ്പട്ടയും ഒരു ജാതിപത്രിക, കറിയാമ്പൂ, ഏലക്ക, പിന്നെ പെരുംജീരകം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് വെച്ചതാണ്. അതിലൊരൽപ്പം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടുമേ. നമ്മൾ മസാലപ്പൊടി ഇടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഇടുന്നതാണ്. ഒരൽപ്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. കൈകൊണ്ട് നല്ലപോലെ എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കൈ വെച്ച് നല്ലതുപോലെ കുഴക്കണം. എന്നിട്ട് ഒരല്പം നേരം കഴിഞ്ഞിട്ടാണ് വെക്കണത്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. എന്നാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം അധികം വേണ്ടല്ലോ, ഫ്രൈ ചെയ്യാനല്ലേ. അപ്പോൾ വെള്ളം ഒത്തിരി ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ദേ കണ്ടോ, ഒരു 1/4 ഗ്ലാസോളം വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇനി എന്നിട്ട് നമുക്കിത് അടപ്പത്ത് വെച്ച് വേവിക്കാം. ഒരു 8 വിസിൽ വരെ കേൾക്കാം. എന്നിട്ട് ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ അതേ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ട അധികം വെള്ളമൊന്നുമില്ല. ബീഫ് വെന്തോ ഇല്ലെന്നൊന്ന് നോക്കാം. ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഒരു 80-85% വെന്താൽ മതിയേ. ബാക്കി നമുക്ക് ചീനച്ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേനും വെന്തോളും. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഒരു 3-4 കഷ്ണം തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നീളത്തിൽ അരിഞ്ഞാണ് ഇട്ടിരിക്കണേ. അപ്പം അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോവണ്ട. കനം കുറച്ചാണ് അരിഞ്ഞിരിക്കണേ. ഈ തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ കുക്കറിൽ ഇറച്ചി വേവിച്ചപ്പോൾ ആ കൂടെ വേണമെങ്കിലും ഇടാം. ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂവും കറുകപ്പട്ടയും ഏലക്കായും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാം. പെരുംജീരകം കുറച്ച് നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കിടന്നൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞിരിക്കണേ. പിന്നെ വെളുത്തുള്ളി ഞാനിങ്ങനെ ചതച്ചാണ് എടുത്തിരിക്കണേ, കല്ലിൽ വെച്ച്. അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേനും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി ഇടുമ്പോൾ ഈ ചീനച്ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്, അരിഞ്ഞും ഇട്ടത് ചതച്ചും ഇട്ടത്. അതിൽ കുറേ നേരം ഇട്ട് ഇളക്കുമ്പോഴത്തേനും എല്ലാം പറ്റിപ്പിടിച്ച പോലെയാവും. ഇനി ഇതിവിടെ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളി 2ആക്കി പൊളന്നാണ് ഇട്ടിരിക്കണേ. അതും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ എടുത്ത് വെക്കണേ. നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ചല്ലേ ഇട്ടുള്ളൂ. അപ്പം മുളക് പൊടി ഇതിൽ തീരെ കുറവാണ് ഇടുന്നത്. കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. അപ്പോൾ അത് 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ്, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കാശ്മീരി മുളക് ഇടുമ്പം നല്ലൊരു നിറം കിട്ടുമേ, അതുകൊണ്ടാണ് അത് മാത്രം ഇട്ട് കൊടുത്തത്. ഇനി നമുക്കൊരു ചെറിയൊരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. നമ്മുടെ മുളകും ഇതൊന്നും അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരല്പം വെള്ളം ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് വറ്റട്ടെ. ആ മസാലയിലൊക്കെ കിടന്ന് ആ തേങ്ങാക്കൊത്തിലൊക്കെ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കും. അതേ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു സ്പൂൺ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ളത് ഇടണം. ഞാനപ്പോൾ മുളക് പൊടി മറ്റേ എരിവുള്ള മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യും കൂടെ ചെല്ലുമ്പോൾ ആ ബീഫിന് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ബീഫ് ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ. അപ്പോൾ അതേ നമ്മുടെ ബീഫൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന് ഇങ്ങനെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.